ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മെയിൻ അക്കൗണ്ടിൽ ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് നമ്മുടെ ഗെയിമിൽ പുതിയ ജർമ്മനിയുടെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. ജർമ്മനി 2014 എന്ന് പറഞ്ഞിട്ട്. സോ നമുക്ക് ബിഗ് ടൈം ആയിട്ട് നമ്മുടെ ലാം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലോസ് ഉണ്ട്, പിന്നെ മറിയോ ഗോഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 3 കാർഡും ഉഷാറാണ്. പക്ഷേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലൊരു ഫിലിപ്പ് ലാം വേണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് നൈസായിട്ടൊരു ചെരുവുണ്ട്. ഇത് കറക്കിയാലോ ഒന്ന്. കറൻ്റ് 1,300 കോയിനായിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ഷോർട്ട് ടൈം ബാക്ക് ഉണ്ടല്ലോ, സോ അതിൻ്റെ ഒരു 10-15 സ്പിന്ന് കിടക്കുന്നുണ്ട്. സോ അതും കൂടി ഇന്ന് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സോ നാഷണൽ സ്റ്റാർസ് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം കാർഡ് കിട്ടിയായിരുന്നു നമ്മുടെ വേൾഡ് കപ്പിൻ്റെ വോളിയം 2ൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ സ്പിൻ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ടോട്ടൽ എത്ര 28 സ്പിന്നായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ആരെ കിട്ടിയ താഴെ കമൻറ്റ് ചെയ്യും. എന്തായാലും ഇപ്പോൾ ഇതുകൂടി ഇന്ന് സ്പിൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതിലെൻ്റെ ടാർഗറ്റ് ആരോ ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരാളെന്നെ ഉള്ളൂ, അത് നമ്മുടെ ക്രിസ്ത്യൻ റൊമേറോ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹം റൊമേറോ തന്നെയാണ് കേട്ടോ. സോ റൊമേറോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റർ ബാക്കാണ്. അപ്പോൾ ചെങ്ങായിന് കിട്ടണമെന്നാണ്. എന്തായാലും നിങ്ങൾ ഇന്ന് ആരെ കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തുടങ്ങല്ലേ. ക്രിസ്ത്യൻ റൊമേറോ മെയിൻ ടാർഗറ്റ് വേനാട്ടോ. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം കിട്ടുമായിരിക്കൂലേ. പിന്നെ ഇതിൽ കിട്ടാൻ ഒരു ആഗ്രഹമുള്ളത് വേറെ ആരും അങ്ങനെ കിട്ടിയാലും പ്ലേയിങ്ങിൽ എനിക്ക് കൊണ്ടുവരാൻ ചാൻസ് വരാം. ഡിപ്പേ ഒരു നല്ല കാർഡ്, ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഡിപ്പേയുടെ ഇട്ടിട്ടുണ്ട്, സൊർലോത്തിൻ്റെ ഇട്ടിട്ടോ. അപ്പോൾ കാണാത്തതുകൊണ്ട് കണ്ടോ. സോ രണ്ടുപേരും ടോപ്പ് തന്നെയാണ്. പിന്നെ മധുവൊക്കെ ആയിക്കോട്ടെ, മൊറീനോ, എന്നാലും റൊമേറോ മാത്രം നമുക്കൊന്ന് എടുത്ത് പറയാനുള്ള പ്ലെയറായിട്ട് എനിക്ക് തോന്നിയുള്ളൂ ഇതിൽ. സോ നമുക്കെന്തായാലും ഫസ്റ്റ് സ്പിന്ന് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു RB ആണ് കേട്ടോ. ഇത് നമ്മളുടെ ഏതൊരു പ്ലെയറാ. ഓ സോ സ്പിന്ന് കൊടുക്കുകയാണ്. നോക്കാം, ഓരോ സ്പിന്നായിട്ട് കൊടുക്കാം. ഓക്കെ, CF കാർഡാണ്. എടാ NP സ്ട്രിപ്പ് ആണോ? അല്ല, ഇത് ബാക്ക് പോസ്റ്റ് വന്നിട്ടില്ല. ബാക്ക് പോസ്റ്റ് അല്ലേ? ഓ, വേറെ ഏതോ പ്ലെയറാടാ. ഫോൺസ് നാട്ട് പേര്. റൊമേറോനെ കിട്ടണം. മധുക്കെ വേണ്ട, മധുക്കെ പോരാ. മെയിനായിട്ട് റൊമേറിനാണ്. കാരണം ആൾക്ക് ഏരിയൽ ഫോർട്ട് പറഞ്ഞ സ്കില്ലും വരുന്നുണ്ട്. അപ്പോൾ ആളെ കിട്ടിക്കഴിഞ്ഞാൽ കളിപ്പിക്കും. മെയിൻ ടീമിൽ കളിപ്പിക്കുമെന്നല്ല, എന്നാലും കളിപ്പിക്കും ആളെ. ഓക്കെ, അടുത്ത സ്പിൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും LB ആണ് ഗൈസ്. കുഴപ്പമില്ല. നെക്സ്റ്റ് സ്പിൻ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നോക്കണ്ട, ഇത് വള്ളിയാവും തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത സ്പിൻ കൊടുക്കാം. ഓക്കെ, വീണ്ടും സെൻട്രൽ മിഡ്ഫീൽഡ്. കിട്ടും തോന്നില്ല അല്ലേ. ടാസ്കാ എന്തായാലും. പക്ഷെ നമുക്ക് ഗ്യാരണ്ടി ആയിട്ടൊരു ഇത് കിട്ടുമായിരുന്നു. എപ്പിക്ക് എന്തായാലും കിട്ടും, അല്ല ഷോർട്ട് ടൈം എന്തായാലും കിട്ടും. അത് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടും കേട്ടോ. അതിന് കൊണാമി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അടുത്ത മൂഞ്ചിണ്ട്. ഇനി അടുത്ത സ്പിൻ. എന്തിനാ വെറുതെ എങ്ങനെ പഠിച്ചതാക്കണേ. 4 റൊമേറോ, ഡിപ്പേ, റൊമേറോ, ഡിപ്പേ. ഓക്കെ, മതി. ഇനി കൊളാക്കണ്ട. എടാ അപ്പം അതും കിട്ടിയില്ല കേട്ടോ. തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, ഒരാവശ്യമില്ല. അപ്പോൾ ഫ്രീ ഷോർട്ട് ടൈമിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം തീരുമാനമായില്ലേ. ഇതിന്നിപ്പോൾ സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി എല്ലാവരും ഇങ്ങോട്ട് എടുക്കാം. കിടക്കട്ടെ. ജർമ്മനിയുടെ ഇറക്കപ്പോൾ വെയിറ്റ്. ജർമ്മനിയുടെ എന്തായാലും നമുക്ക് പെട്ടയ്ക്കാം. എന്തായാലും മൂഞ്ചി. ഇനി അടിവേര് വരെ മൂഞ്ചാം. എടാ ജർമ്മനിയുടെ കിട്ടുമോ? കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. കിട്ടുമെന്നുള്ള പ്രാർത്ഥനയോടെ ഇറക്കാം നമുക്ക്. മൊളീന വരട്ടെ, അവിടെ എടുക്കട്ടെ. പിന്നെ നമുക്ക് അത് കഴിഞ്ഞില്ല. അപ്പോൾ വേറെ ഇതിൻ്റെ ഒരു 3 അവിടെ കിട്ടുന്ന. അപ്പോൾ അതും തീരുമാനമായിട്ട്. അപ്പോൾ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ ഈ സെക്ഷൻ. എടാ ഇത് എന്തപ്പോൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. എത്ര പേര് വെറുതെ ഇറക്കിയിട്ട് 100 കോയിനൊക്കെ കിട്ടണം. അപ്പോൾ ഈ 1300 കോയിനൊക്കെ കിട്ടി, അത്രേ ഉള്ളൂ. ഒരു ഭാഗ്യപരീക്ഷണം പോലെ നമ്മൾ കറക്കണു. ഇനി ഇന്നതെന്ന് പറഞ്ഞ് ഊക്കിയിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും കറക്കാൻ പോവാണ്. 1,300 ആദ്യം ഒരു 100 കൊടുക്കാം. ഓക്കെ,
റൈറ്റിംഗ് ഫോർവേഡാ കിട്ടാൻ ചാൻസ് കുറവ് തന്നെയാടാ. പക്ഷേ ഇതാരത്? നിക്കോബാസ് അല്ല, നിക്കോബാസ് AMF വിളിക്കുന്നത്. നിക്കോളാസ് കൂൻ ഇവനവിടെ മെയിൻ ടാർഗറ്റിലാം. എന്തായാലും അവസാനം ഒരു 900-ലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് പോട്ടേന്ന് വെക്കണം. പിന്നെ ഇതിനെക്കാട്ടി വലിയ പോയിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോഴാണ് ഇത് പോണത്. GK ഇതെന്താ GKയുടെ ബാക്ക് ഓപ്പണിങ്ങോ? ദൈവമേ കൈത്തോടാൻ കേക്കുമാറാകണം, പാപമാമെന്നെ നീ മോചിക്കാറാകണം. എന്തൊരു മോചിക്കലാടാ അത്. ഷെയ്ഡിനൊക്കെ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു 100 കൂടി കൊടുത്തിട്ട് അടുത്തതിലൊരു 900 നമ്മളങ്ങോട്ട് അലക്കണു. ഓക്കെ, അപ്പോൾ ഇനിയാണ് ക്ലൈമാക്സിൽ സിനിമ വിജയിക്കുമോ? ക്രൊയേഷ്യ വേഴ്സസ് പോർച്ചുഗൽ മത്സരം പോലെയാകുമോ ഈ മത്സരം? കണ്ടറിയാം. ഫിലിപ്പ് ലാം എന്ന അറ്റാക്കിംഗ് ഫുൾ ബാക്ക് നമ്മുടെ സ്കൂളിലേക്ക് വരുമോ? അതോ ഞാൻ കയ്യും വീശി തിരിച്ചു പോകുമോ എന്ന് നോക്കാം. ഈ കോഡ്സേനും ക്ലോസേനും ഒന്നും വേണ്ട. പിന്നെ കിട്ടുകയാണെങ്കിൽ ക്ലോസേനെ കിട്ടിയാൽ മതി. ഞാൻ നല്ല പ്ലെയർ റിവ്യൂ ഇട്ടിട്ടുണ്ട്, കാണാത്തവരെ കണ്ടോ. തരുവോടേ താടാ ചെക്കൻ. 2 3 ഓക്കെ. എടീ 900-ന് ഇറക്കുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. തന്നാൽ മതിയായിരുന്നു കേട്ടോ. കറക്കി ഇനിയൊന്നും നോക്കാനില്ല. അപ്പോഴേ പറഞ്ഞ ഞാൻ കറക്കണ്ടെന്ന്. ഇതൊരവസ്ഥയാടാ. കുഴപ്പമില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരു 3000 കൂടിയും കിടക്കണ്ടിനി. എന്തായാലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ. ലാമിന് കിട്ടാൻ തന്നെയാണ്. ലാമിന് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. ഈശ്വരന്മാരെ കിട്ടിയാൽ മതിയായിരുന്നു. ലാമിന് ഇനിയും കിട്ടിയില്ലെങ്കിൽ ഞാൻ പക്ഷെ അന്ന് അസാണ്ടിൽ ഒരു 8000 കൂന പോയത്. അത് ഭയങ്കര വിഷമമായിരുന്നു. ഭാഗ്യം പറഞ്ഞ സാധനം അടുത്തു കൂടെ പോകുന്നില്ലടാ. ഉണ്ടാവുന്നുണ്ട് അതന്നെ. സംടൈംസ് കൊണാമി ഈസ് ടു ക്രൂവൽ ബ്രോ. ഓക്കെ, നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ വിചാരിക്കുന്ന ആളെ. കാരണം അന്ന് അസാണ്ടിൽ 8000 കൂനുള്ളത് ഇപ്പം ഉണ്ടെങ്കിൽ ഞാനത് എടുത്തായിരുന്നു. വേടാ വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് പോയതായിന്. ലാം ഗോഡ്സേ ക്ലോസേ. ലാമിനെടുത്ത് ഗോഡ്സേനെ എടുത്ത് നമ്മൾ ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കും. കമോൺ, നെക്സ്റ്റ് പിൻ 900. റിഗ്രറ്റ്, ആബ്സല്യൂട്ട് റിഗ്രറ്റ് അടിച്ച് ഞാൻ ചാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ. എന്തൊരവസ്ഥയാടാ. തൊള്ളായിരം കേട്ടോ. അടുത്ത് എന്തൊരു അവസ്ഥയാടാ. ക്ലോസേനെ കിട്ടി. പക്ഷേ എടാ ലാമിനാടാ വേണ്ടതേ. ഫിലിപ്പ് ലാമിനെ വേണം. ഫിലിപ്പ് ലാമിനാടാ വേണ്ടത്. എന്താ ചെയ്യുക? ഒരു 100 കൂടിയും പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ആ 900 കിടക്കാം നല്ലത്. അങ്ങനെ ഒരു 900 കൂടിയും വെച്ചിട്ടുണ്ട്. 900-ൽ കിട്ടുമായിരിക്കും. കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന് എനിക്കറിയാം. എന്നാലും മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിപ്പിച്ചേ കിട്ടുമെന്ന്. ഫിലിപ്പ് ലാം, ബിഗ് ടൈം ഫിലിപ്പ് ലാം, ഐ നീഡ് യു. ക്യാൻ യു പ്ലീസ് കം ടു മൈ സ്കോഡ്? എടാ ഗോഡ്സേടാ, എന്തുവാടാ ഇത്? എടാ ഫിലിപ്പ് ലാമിനാടാ വേണ്ടായിരുന്നു. നിങ്ങൾ ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് ഷെഡ് കയറുന്ന ഉറപ്പാണ്. ഞാൻ ഇനി പോണില്ല. എടാ ഒരുമാതിരി
ഇല്ലാത്ത പരിപാടിയാണ് പോയത് കൊണാമി. എടാ എന്താണ് എന്നോട് മാത്രം എങ്ങനെ ടാർഗറ്റിനെ ചോദിച്ചിട്ട് എന്ത് തരാത്ത്? അന്ന് അസാഡ് നിങ്ങൾ ഒരു 8000 വിഴുങ്ങി. ഇത് സംഭവം ഒരു നല്ല പാക്ക് ഓപ്പണിങ്. അത് നമ്മളില്ല പറയില്ല, സീരിയസ്ലി പറഞ്ഞത് ഒരു അടിപൊളി പാക്ക് ഓപ്പണിങ്ങാണ്. കാരണം ഒരു 5000 കോയിന് 2 പേര് കിട്ടിയാൽ അയച്ച വെറുത്തി പാക്ക്. പക്ഷേ ടാർഗറ്റിന് കിട്ടിയില്ലടാ. ഞാൻ വെറുതെ ഒരാവശ്യം ഉണ്ടായില്ല. മൂഡ് പോയി മച്ചു. സത്യം പറയാലോ, മൂഡ് പോയി. വെറുത്തേക്കണ്. എന്തൊരവസ്ഥയല്ലേ. സഹതാപം തോന്നുന്നുണ്ട് എന്നെ കണ്ടിട്ട്. തോന്നുന്നുണ്ട് നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ അത്രയും മൂഞ്ചിട്ടപ്പം ഇരിക്കണേ. പോട്ടെ പോലെ ശരി എന്നാ.